മലയാളികൾക്ക് വാർത്തകളിലൂടെ സുപരിചിതമായ സ്വർണ്ണക്കടത്താണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. കോഴിക്കോട് കൊടുവള്ളിയിലെ ഒരു സാധാരണ ചെറുപ്പക്കാരനായ ആമിർ അലി എങ്ങനെ ആ പദ്മവ്യൂഹത്തിൽ എത്തിപ്പെടുന്നുവെന്നാണ് ഖലീഫ ചർച്ച ചെയ്യുന്നത്. ആമിർ അലിയുടെ ജീവിതത്തിലെ പുതിയ തുടക്കവും വീഴ്ചകളും തിരിച്ചുവരവുമാണ് സിനിമയെ സംഘർഷഭരിതമാക്കുന്നത്. ഒരു വാണിജ്യ സിനിമ ആവശ്യപ്പെടുന്ന ചടുലയോടെയാണ് ചിത്രത്തിന്റെ അവതരണം. സിനിമ തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിത്രം പ്രധാന പ്ലോട്ടിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ ഫ്ലാഷ്ബാക്കിലേക്കും വർത്തമാനകാലത്തേക്കും ചിത്രം മാറി സഞ്ചരിക്കുന്നു. ഇതിന്റെയെല്ലാം ഇടയിൽ കൃത്യമായി ആക്ഷൻ രംഗങ്ങളും ഹൈ മൊമെന്റുകളും വരുന്നുണ്ട്. അതുകൊണ്ടുതന്നെ പ്രേക്ഷകന് തരുമ്പം ബോറടിക്കുകയുമില്ല. ജിനു എബ്രഹാം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ ചിത്രമാണ് ഖലീഫ. തുറന്ന സ്ഥലങ്ങളിലും ഇടുങ്ങിയ സ്ഥലങ്ങളിലും നാടനും വിദേശീയരുമായ വില്ലന്മാർക്കൊപ്പവും ഗംഭീര സംഘട്ടന രംഗങ്ങൾ ചിത്രത്തിലുണ്ട്. യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, ചേതൻ ഡിസൂസ എന്നിവരാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഇവർക്കൊപ്പം പൃഥ്വിരാജിന്റെ പ്രകടനവും ജേക്സ് ബിജോയിയുടെ പശ്ചാത്തല സംഗീതവും ജോമോൻ ടി. ജോണിന്റെ ക്യാമറയും കൂടിയാകുമ്പോൾ ആക്ഷൻ രംഗങ്ങൾ വേറിട്ട അനുഭവമാകുന്നു. പ്രധാനപ്പെട്ടവയ്ക്ക് പുറമെ പശ്ചാത്തല സംഗീതം എന്ന നിലയ്ക്കും ചില ഗാനങ്ങൾ എത്തുന്നുണ്ട്. മാമ്പറയ്ക്കൽ ആമിർ അലി എന്ന നായകന്റെ സ്വാഗിനും സ്റ്റൈലിനും പശ്ചാത്തല സംഗീതം ഉപയോഗിച്ച് മൂർച്ച കൂട്ടുകയാണ് ജേക്സ് ബിജോയ്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും കയ്യടിയർഹിക്കുന്നു. സ്വർണ്ണക്കടത്ത് പശ്ചാത്തലമാക്കി എന്നതിലുപരി അതിനുപിന്നിൽ നടക്കുന്ന ഗൂഢതന്ത്രങ്ങളും കൊടുക്കൽ വാങ്ങലുകളും അതിന്റെ പരിണിതഫലവും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർണം ഒരാളെ എങ്ങനെ ഭ്രമിപ്പിക്കുന്നുവെന്നും അതിന്റെ തിളക്കത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചതിയുടെ വശവും ഖലീഫ ചർച്ച ചെയ്യുന്നുണ്ട്. നായകനായ ആമിർ അലിയായെത്തുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ അടുത്ത കാലത്തൊന്നും ഇത്ര സ്റ്റൈലിഷായി ആരും അവതരിപ്പിച്ചിട്ടില്ല.